RSS പരിപാടികൾക്ക് ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ നിന്ന് മാറ്റില്ലെന്ന നിലപാടിൽ ഉറച്ച് ഗവർണർ ഉറച്ചുനിന്നതോടെ നിലപാട് കടുപ്പിച്ച സർക്കാർ. ഗവർണർ തിരുത്തിയില്ലെങ്കിൽ ഒരു ഇഞ്ച് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് മന്ത്രിമാരും പ്രഖ്യാപിച്ചു. വിവാദത്തിൽ പുതിയ ക്യാമ്പയിനുമായി CPIയും രംഗത്തെത്തി. ഇതോടെ സർക്കാർ ഗവർണർ പ്രത്യയശാസ്ത്ര പോരിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് CPIയുടെ സന്തോഷ് കുമാർ MP രാഷ്ട്രപതിക്ക് കത്ത് നൽകി. ഗവർണർ പദവി തന്നെ ആവശ്യമില്ലെന്നാണ് CPI നിലപാടെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. ഗവർണർ പദവി വാസ്തവത്തിൽ ആവശ്യമില്ലാത്ത പദവിയാണെന്നാണ് CPIയുടെ നിലപാട്. ആ പദവി സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളുടെ മേൽ ഇഷ്ടം പോലെ കടന്നു കയറാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഉപകരണമായിട്ട് നിരന്തരം മാറ്റപ്പെടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു, ഒരു ആരോഗ്യമുള്ള ഫെഡറൽ സംവിധാനത്തിന് ഗവർണർ പദവി ആവശ്യമുള്ള ഒന്നല്ല. അതുകൊണ്ട് ദ ഓഫീസ് ഓഫ് ദ ഗവർണർ ഷുഡ് ബി അബോളിഷ്ഡ് എന്നാണ് CPI നിലപാട്. അത് മാറ്റണം, ഒഴിവാക്കണം ആണ് CPI കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിൻ്റെ ശരികൾ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുകയാണ്. കേരളമടക്കം പല സംസ്ഥാനങ്ങളിലും ഗവർണർമാർ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ ആജ്ഞപ്രകാരം സംസ്ഥാന കമ്മിറ്റികളുടെ മേൽ സ്വന്തം താല്പര്യങ്ങളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. സംസ്ഥാന അസംബ്ലികൾ പാസാക്കിയ നിയമങ്ങളുടെ മേൽ അടയിരിക്കുന്നു. ഭരണത്തെ മുമ്പോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല. വിവരങ്ങളുമായി ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് D ധനസമോദ് ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ഷിജോ കുര്യനിലേക്ക്. ഷിജോ, ആരിഫ് മുഹമ്മദ് ഖാന് പിന്നാലെ ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായും ഒരു തുറന്ന പോരിന്, നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് തന്നെയാണോ സർക്കാർ തയ്യാറെടുക്കുന്നത്? ദിവ്യ, അതിനെ അങ്ങനെ തന്നെ നമുക്ക് കാണേണ്ടി വരും. കാരണം നേരത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് സംസ്ഥാന സർക്കാർ പല വിഷയങ്ങളിൽ കൊമ്പ് കോർക്കുകയും അത് പലതരത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാന് പകരമായിട്ട് വന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, ആ ഗവർണറുമായിട്ട് ആദ്യഘട്ടത്തിലൊന്നും സർക്കാർ ഒരു തുറന്ന പോരിനോ അല്ലെങ്കിൽ ഗവർണറെ പിണക്കിക്കുന്ന ഒരു നിലപാടിലേക്കോ ഒന്നും പോയിരുന്നില്ല. നിയമസഭ പാസാക്കിയ പല ബില്ലുകളിലും ഒപ്പിടാതെ അത് വൈകിപ്പിക്കുന്ന ഒരു സമീപനം ഗവർണർ സ്വീകരിച്ചപ്പോഴും ഗവർണർക്കെതിരെ ഒരു പരസ്യമായ നിലപാടിലേക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റ് ഒരു പരസ്യ പോരിലേക്ക് പോകാനോ സർക്കാർ ആദ്യഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. എന്നാൽ ഈ വിഷയത്തിൽ അങ്ങനെയല്ല. ഗവർണർക്കെതിരെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു തന്നെ മുന്നോട്ട് പോകാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലത്തെ പരിപാടി. കൃഷി വകുപ്പിന്റെ പരിപാടി ഇന്നലെ രാജ്ഭവനിൽ നിന്ന് മാറ്റി സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനം പോലും സർക്കാരിന്റെ ഗവർണറുടെ വഴിക്ക് ഞങ്ങളില്ല എന്നുള്ള കാര്യം തുറന്നു പറയൽ തന്നെയാണ്. ഇന്നിപ്പോൾ മന്ത്രിമാരായിട്ടുള്ള K രാജനും അതുപോലെ മന്ത്രി V ശിവൻകുട്ടിയും ഗവർണറുടെ നിലപാട് തിരുത്തിയില്ലെങ്കിൽ ആ വഴിക്ക് നടക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് തീർത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഗവർണറുമായിട്ട് രമ്യതയിൽ പോകും എന്നുള്ള കാര്യം നമ്മൾ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നു. സർക്കാരുമായിട്ട് ഒരു ഏറ്റുമുട്ടലിന് ഗവർണർ തയ്യാറാകില്ല, തന്റെ സ്വന്തം സർക്കാരാണ് എന്ന് സ്ഥിരം പറയുന്ന പല്ലവി പോലെ സർക്കാരിനൊപ്പം ഗവർണർ പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എന്നാൽ പിന്നീട് RSSന്റെ ആശയം രാജ്ഭവനിലൂടെ കടത്തിക്കൊണ്ട് പോകാനുള്ള ശ്രമത്തിന് ഒരു തരത്തിലും കൂട്ടു നിൽക്കില്ല എന്നുള്ള നിലപാട് സംസ്ഥാന സർക്കാർ ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം ഇന്നലെ തന്നെ മന്ത്രി P പ്രസാദും ഇന്നിപ്പോൾ മന്ത്രിമാരായിട്ടുള്ള K രാജനും V ശിവൻകുട്ടിയും തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നുള്ള നിലപാട് നേരത്തെ തന്നെ CPI ആവർത്തിച്ചിട്ടുള്ളതാണ്. ഗവർണർ ആരിഫ് മുഹമ്മദിന്റെ കാര്യത്തിനകത്തടക്കം CPI ഈ നിലപാട് നേരത്തെ ആവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും പറയുന്നത് ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നുള്ള കാര്യം തന്നെയാണ്. സംസ്ഥാനത്തിന് ഗവർണർ പദവി ആവശ്യമില്ല. കേരളത്തിൽ പൊതുവെ നമുക്കറിയാം, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് RSS അവരുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ കുത്തിവെക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള വിമർശനം സംസ്ഥാന സർക്കാരും മറ്റുമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അത് കേരളത്തിൽ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ ഗവർണർ രാജ്ഭവനെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി കഴിഞ്ഞ നമ്മൾ കണ്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് RSSന്റെ സൈദ്ധാന്തികൻ ഗുരുമൂർത്തിയെ രാജ്ഭവനിലേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ച് ഈ പറയുന്ന മുൻ പ്രധാനമന്ത്രിമാരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസംഗം രാജ്ഭവനിൽ നടത്തുകയും ചെയ്തതാണ്. അവിടെ പ്രതിപക്ഷം സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിനകത്ത് രാജ്ഭവനെയും ഗവർണറെയും അതൃപ്തി അറിയിക്കണം, അത് ശരിയായിട്ടുള്ള നിലപാടല്ല എന്ന് അന്ന് പറഞ്ഞതാണ്. ആ ഒരു ഘട്ടത്തിൽ പോലും സംസ്ഥാന സർക്കാർ ഗവർണറോട് ഏറ്റുമുട്ടലിന് പോകാതെ അക്കാര്യങ്ങളെ രമ്യമായി കൊണ്ടുപോവുകയാണ് ചെയ്തത്. എന്നാൽ ഭാരതാംബയുടെ RSS പരിപാടികളിൽ ഉപയോഗിക്കുന്ന ചിത്രം, ഭാരതാംബ RSSന്റെ കൊടി പിടിച്ചിരിക്കുന്ന ആ ചിത്രം രാജ്ഭവനിൽ ഉപയോഗിക്കുകയും അത് സർക്കാരിന്റെ പരിപാടിക്ക് മുന്നോടിയായിട്ട് അതിൽ പുഷ്പാർച്ചന നടത്തി വിളക്ക് കൊളുത്തണമെന്ന് പറയുകയും ചെയ്യുന്ന കാര്യത്തോട് കൂട്ടുനിൽക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് പറഞ്ഞുകൊണ്ടാണ് കൃഷിമന്ത്രി P പ്രസാദ് ഇന്നലെ നിലപാട് വ്യക്തമാക്കിയത്. എന്തായാലും ഗവർണർ ഭരണഘടനാ വിധേയമായിട്ട് പ്രവർത്തിക്കണം. ഭരണഘടനാ വിരുദ്ധമായിട്ട് ഈ രീതിയിൽ RSSന് വേണ്ടി പണിയെടുക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ ആ വഴിക്ക് തങ്ങളെ കിട്ടില്ല എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ ഇതിനോടകം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്.
ഇനി അങ്ങോട്ട് രാജ്ഭവനിലെ പരിപാടികളുമായി മന്ത്രിമാർ സഹകരിക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ? സംസ്ഥാന സർക്കാർ പൊതുവിൽ അല്ലെങ്കിൽ പരസ്യമായിട്ടുള്ള ആ ഒരു രീതിയിലേക്കുള്ള ഒരു നിലപാട് പ്രഖ്യാപനത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോയിട്ടില്ല എങ്കിലും ഇന്നലത്തെ പരിപാടിയും വേദിയും മാറ്റിയത് നമ്മൾ ശ്രദ്ധാപൂർവം കാണേണ്ടതാണ്. അതായത് ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃഷി വകുപ്പിന്റെ സംസ്ഥാനതല പരിപാടിയുടെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത് രാജ്ഭവനിലാണ്. രാജ്ഭവനിൽ സ്വാഭാവികമായിട്ടും പരിപാടി നടക്കുമ്പോൾ അവിടുത്തെ ഉദ്ഘാടകൻ ഗവർണറാണ്. ആ പരിപാടിയിൽ ഗവർണറിന്റെ ഇഷ്ടത്തിന് വഴങ്ങിക്കൊണ്ട് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് RSSന്റെ ഇംഗിതത്തിന് വഴങ്ങിക്കൊണ്ട് ഗവർണർ പ്രവർത്തിച്ചാൽ അതിന് വഴങ്ങണമെന്ന് സംസ്ഥാന സർക്കാർ ഒരുക്കമല്ല. ആ ഒരു നിലപാട് പ്രഖ്യാപിച്ചു തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇന്നലെ കൃഷി വകുപ്പിന്റെ പരിപാടി സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് മാറ്റിയത്. അപ്പോൾ ഗവർണറുടെ ഇംഗിതത്തിന് വഴങ്ങേണ്ടതില്ല. ഗവർണർ പറയുന്ന നിലപാടെന്ന് പറയുന്നത് രാജ്ഭവനിൽ എന്ത് പരിപാടി നടന്നാലും അത് രാജ്ഭവന്റെ ഇഷ്ടപ്രകാരമാണ്. രാജ്ഭവൻ എന്ത് തീരുമാനിക്കുന്നോ അതിനനുസരിച്ച് വേണം അവിടെ പരിപാടികൾ നടത്താൻ എന്നുള്ള നിലപാട് രാജ്ഭവൻ ഇന്നലെ പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചതാണ്. പക്ഷേ അവിടെ RSSന്റെ താല്പര്യ പ്രകാരമുള്ള പരിപാടികളാണ് അവിടെ നടത്തുന്നതെങ്കിൽ അതിന് തലവെച്ച് കൊടുക്കേണ്ടതില്ല, അതിന് വഴങ്ങേണ്ടതില്ല എന്നുള്ള നിലപാട് സംസ്ഥാന സർക്കാർ ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് പല മന്ത്രിമാരുടെയും വാക്കുകളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. സർക്കാർ മാത്രമല്ല CPM-ഉം അക്കാര്യത്തിനകത്ത് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെ ഗവർണറോട് മൃദുവായിട്ടുള്ള ഒരു സമീപനമാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സ്വീകരിച്ചതെങ്കിൽ ഇന്ന് അദ്ദേഹം കുറച്ചുകൂടി കടുപ്പിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഗവർണർ ഇതേ രീതിയിലുള്ള നിലപാട് തുടർന്നാൽ അതിന് വഴങ്ങാൻ സംസ്ഥാന സർക്കാർ ഒരുക്കമല്ല എന്നുള്ള പ്രഖ്യാപനം പല മന്ത്രിമാരും നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ ഗവർണറുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പരിപാടികളിലേക്ക് പങ്കെടുക്കണോ വേണ്ടോ എന്നുള്ളത് സർക്കാർ കൂടി ആലോചിക്കും. രാജ്ഭവൻ ഇതേ രീതിയിൽ തുടർന്നാൽ അതിന് സംസ്ഥാന സർക്കാർ ഇനി ഒരു വഴിവെച്ച് കൊടുക്കുകയുമില്ല, അതിന് വഴങ്ങുകയുമില്ല. കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞുകൊണ്ട് ഗവർണർക്കെതിരായിട്ടുള്ള ഒരു തുറന്ന പ്രത്യയശാസ്ത്ര പോരിന് സംസ്ഥാന സർക്കാരും വഴിയൊരുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നേരത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് കണ്ടതിനപ്പുറത്തേക്കുള്ള ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പോര് ഇക്കാര്യത്തിൽ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായിട്ട് സംസ്ഥാന സർക്കാർ കാണും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഗവർണറുടെ ഇംഗിതത്തിന് വഴങ്ങി ഇനി നിൽക്കേണ്ടതില്ല എന്നുള്ള നിലപാട് സർക്കാർ ഗവർണർക്ക് വഴങ്ങേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് സർക്കാർ ഉള്ളത്. ഡി ധനസുമോദ് ഡൽഹിയിൽ നിന്ന് ചെയ്യുന്നുണ്ട്. സുമോദ്, ഇവിടെ സന്തോഷ് കുമാർ MP ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നാവശ്യപ്പെട്ടാണ് രാഷ്ട്രപതിക്ക് കത്ത് നൽകിയിട്ടുള്ളത്. ഈ കത്തിൽ ഇനി എന്ത് നിലപാടാകും രാഷ്ട്രപതി ഭവനിൽ നിന്നുണ്ടാകാനിടയുള്ളത്? ഷോ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു നേരിടലിന്റെ ഭാഗമായിട്ടുള്ള അതിനുള്ളൊരു മറുപടി കൂടിയാണ് ഇപ്പോൾ സന്തോഷ് കുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതായത് ഭാരതമാത എന്ന് പറയുന്ന ആ ഒരു ബിംബം നേരത്തെ അവനീന്ദ്ര ടാഗോറാണ് വരച്ചിരുന്നത്. ആ സമയത്ത് ഒരു ഭാരതമാതാവെന്ന് സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായിട്ടായിരുന്നു ആ തരത്ത് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ ഒരു പ്രചരണം ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെയായിരുന്നു ആ തരത്തിലുള്ള ഒരു പ്രചരണം ഉണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതൊരു സാത്വിക ബിംബമായിരുന്നു നേരത്തെ ഉയർത്തിക്കാട്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു RSS ആരാധിക്കുന്ന ഒരു ഭാരത മാതാവ് എന്ന് പറയുന്നത്, അതായത് ഈ ഗവർണർ ഈ പുഷ്പാർച്ചന നടത്തണം എന്ന് പറയുന്ന ഒരു ഭാരത മാതാവിന്റെ ബിംബം കാവിക്കൊടിയും പിടിച്ചു ആയുധവൽക്കരിക്കപ്പെട്ട ഒരു ഭാരത മാതാവാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ വെപ്പണൈസ് ചെയ്ത ഈ ആയുധവൽക്കരിക്കപ്പെട്ട ഈ ഭാരത മാതാവിന്റെ ചിത്രം ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. മാത്രമല്ല രാഷ്ട്രപതി ഇതിൽ ഇടപെട്ട് കൃത്യമായി ഗവർണർക്ക് നിർദ്ദേശം നൽകണം. ഗവർണർ പെരുമാറേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഭരണഘടന അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഭരണഘടനയുടെ ഒരു സീമ വിട്ട് പെരുമാറരുത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറയുന്നത്. അക്കാര്യത്തിലേക്ക് കൂടിയാണ് രാഷ്ട്രപതിയുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. കേവലം കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്നത് മാത്രം പ്രശ്നമായിട്ട് അല്ല ഇതിനെ കാണുന്നത്. പകരം ഒരു BJP ഇതര സർക്കാർ ഭരിക്കുന്ന സ്ഥലത്തുകളെല്ലാം ഈ തരത്തിൽ ഗവർണർമാരെ ഉപയോഗിച്ച് ഒരു ഭരണത്തിനെ ഒരു പിടിമുറുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതിന്റെ ഒരു നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ അതിന്റെ ഒരു ഇരട്ടി എന്ന രീതിയിൽ തന്നെ ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു ആക്രമണം കൂടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃഷിമന്ത്രി പ്രസാദിന് ആ പരിപാടി ബഹിഷ്കരിക്കേണ്ട ഒരു സാഹചര്യം ഗവർണർ അവിടെ സൃഷ്ടിച്ചെടുത്തതാണ്. അതുകൊണ്ട് ഈ ഗവർണർ ഈ തരത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ജനാധിപത്യപരമായി ഒരു വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്ത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഈ തരത്തിലുള്ള ഒരു ജനാധിപത്യത്തിന് വിരുദ്ധമായി, ഭരണഘടനയ്ക്ക് വിരുദ്ധമായി മുന്നോട്ട് പോകുന്ന ഈ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യമാണ് P. സന്തോഷ് കുമാർ, രാജ്യസഭാ കക്ഷി നേതാവ് തന്നെ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്.